നമസ്കാരം, ഞാൻ റെജി രാമഞ്ചര. ഞാനിപ്പോഴുള്ളത് പത്തനംതിട്ട ജില്ലയിൽ നരിയാപുരം എന്ന സ്ഥലത്താണ്. ഇവിടെ തനത് കേരളീയ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. വ്യത്യസ്തങ്ങളായ വീടുകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും പുതിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ കാഴ്ചകൾ പ്രയോജനപ്പെടും എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്തനംതിട്ട ജില്ലയിൽ നരിയാപുരം എന്ന സ്ഥലത്ത് സിബി നിലയത്തിൽ ടി വാസുദേവൻ ഓമന ദമ്പതികളുടേതാണ് ഏതാണ്ട് 2500 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ സുന്ദര വീട്. തീർത്തും ഒരു ട്രഡീഷണൽ ലുക്കിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഇരുനില വീടിന് കാർ പോർച്ച്, സിറ്റ് ഔട്ട്, ലിവിംഗ് ആൻഡ് ഡൈനിങ്, കിച്ചൺ, 3 ബെഡ്റൂം, 2 കോമൺ ബാത്റൂം എന്നീ സൗകര്യങ്ങളാണ് ഉള്ളത്. മേൽക്കൂരയിൽ സെറാമിക് ടൈൽസ് ഓടുകളാണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ പഴമയുടെ ഒരു സ്പെഷ്യൽ ലുക്ക് ലഭിക്കുന്നതിനായി 5 മുഖപ്പുകളും മേൽക്കൂരയിൽ കൊടുത്തിട്ടുണ്ട്. കാർ പോർച്ച് വി ബോർഡ് ഉപയോഗിച്ച് സീലിംഗ് ചെയ്ത് LED ലൈറ്റ്സ് കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. വാതിലുകളും ജനാലകളും പൂർണ്ണമായും തേക്ക് തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സിറ്റൗട്ടിന്റെ ഭിത്തിയിൽ തേക്ക് തടി ഉപയോഗിച്ച് പാനൽ ചെയ്തിരിക്കുന്നു. കൂടാതെ ഒരു സോപാനവും സിറ്റൗട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പഴയകാലത്ത് കേരളത്തിലെ വീടുകളിൽ തടികളിൽ ചെയ്തിട്ടുള്ള കൊത്തുപണികൾ ഈ വീടിൻ്റെ പല ഭാഗങ്ങളിലും വളരെ കൃത്യതയോടുകൂടി ചെയ്തിരിക്കുന്നത് പ്രശംസനീയമാണ്. പഴയ അറയും നിരയുമുള്ള വീടുകളുടെ അതേ ഭംഗി. മെഷീനുകളുടെ സഹായമില്ലാതെ കൈകൊണ്ട് കൊത്തി ഉണ്ടാക്കിയതാണ് ഈ ഡിസൈൻ വർക്കുകൾ. വീടിൻ്റെ മുൻഭാഗം ഭിത്തി പൂർണ്ണമായും തേക്ക് തടി ഉപയോഗിച്ച് പാനൽ ചെയ്തിരിക്കുന്നു. പ്രധാന വാതിൽ കടന്ന് ലിവിംഗ് ഏരിയയിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെയുള്ളത്. വലതുവശത്തായി തടി കൊണ്ട് നിർമ്മിച്ച ഒരു സെറ്റി ക്രമീകരിച്ചിരിക്കുന്നു. ഇരിപ്പിടങ്ങളുടെ ഹാൻഡ് റെസ്റ്റും കൊത്തുപണികൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. ജനാലകൾക്ക് സീബ്ര ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ ജിപ്സം സീലിംഗ് ഉപയോഗിച്ചിരിക്കുന്നു. LED സ്ട്രിപ്പോട് കൂടിയ നല്ലൊരു ഡിസൈൻ വർക്കും. ഈ TV ഏരിയയിൽ നിഷ് ബോക്സുകൾ നിർമ്മിച്ചിരിക്കുന്നത് മൾട്ടിവുഡ് ഉപയോഗിച്ചാണ്. അതിനു മുകളിൽ തടിയിൽ കൊത്തിയെടുത്ത ഒരു മാനിന്റെ രൂപവും. ഇത് തേക്കിൻ്റെ കുറ്റിയിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഒരു വെറൈറ്റി ഐറ്റം. ആനകളുടെ രൂപമാണ് ഓരോ വേരിലും കൊത്തിയെടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ മരത്തിൽ കൊത്തിയെടുത്ത നിരവധി വർക്കുകൾ ഇവിടെ കാണാൻ കഴിയും. ഇത് ഡൈനിങ് ഏരിയ. ഈ ഡൈനിങ് ടേബിൾ ഒരു വലിയ തേക്ക് കുറ്റിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കുറ്റിയുടെ ഓരോ വേരിലും വ്യത്യസ്തങ്ങളായ രൂപങ്ങളും. മരത്തിൽ കൊത്തിയെടുത്ത ഇത്തരം രൂപങ്ങൾ ഈ വീട്ടിലെ ഒരു പ്രത്യേക കാഴ്ചയാണ്.
ഈ വീടിൻ്റെ കാർപ്പൻട്രി വർക്കുകളും കൊത്തുപണികളും ഒക്കെ ചെയ്തിരിക്കുന്നത് വിനോദിൻ്റെയും അനീഷിൻ്റെയും നേതൃത്വത്തിലാണ്. ഇത്തരം വർക്കുകളുടെ ആവശ്യത്തിനായി അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അവരുടെ കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കളയിലേക്ക് കയറാം. കബോർഡുകൾ മുഴുവൻ തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഹുഡ് ആൻഡ് ഹോബും ഉപയോഗിച്ചിരിക്കുന്നു. ഇത് മാസ്റ്റർ ബെഡ്റൂം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം മാത്രമാണുള്ളത്. മറ്റ് 2 ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. റൂമുകളിലുള്ള അലമാരകളും പഴയ മോഡലിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള കോമൺ ബാത്റൂമുകളാണ് ഇവിടെയുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. സ്റ്റെയർകേസിന് താഴെയായിട്ടാണ് വാഷിംഗ് ഏരിയയുടെ സ്ഥാനം. സ്റ്റെയർകേസിന്റെ ഹാൻഡ് റെയിലും പൂർണ്ണമായി തടിയിലാണ് തീർത്തിരിക്കുന്നത്. അരയന്നങ്ങളുടെ രൂപമാണ് ഹാൻഡ് റെയിലിന് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിനോട് ചേർന്നുള്ള ഭിത്തിയിൽ ഒരു ലാൻഡ്സ്കേപ്പ് വർക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി 1ാം നിലയിലേക്ക് വരുമ്പോൾ ഒരു ഓപ്പൺ സ്പേസ് ആണ് ഇവിടെയുള്ളത്. ഒരു ട്രെഡ്മില്ല്, ചാരുകസേര, ആട്ടുകട്ടിൽ എന്നിവ ഇവിടെ കാണാം. ഇതാണ് ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂമുകളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം. ഇത് ഫസ്റ്റ് ഫ്ലോറിലുള്ള കോമൺ ബാത്റൂം. ബാത്റൂമുകളിൽ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. തേക്ക് തടി കൊണ്ട് ഇവിടെയും പാനൽ ചെയ്തിരിക്കുന്നു. തനത് കേരളീയ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക.
കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.